ഹായ് ഹലോ 12th മാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഒരു വീഡിയോ നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ഇതിലുള്ള മാച്ചിൻ്റെ ഒരു പ്രീ മാച്ച് ടോക്കാണ്. ബ്ലാസ്റ്റേഴ്സിനെ നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഫോം ഔട്ടായിട്ട്, അതായത് ബ്ലാസ്റ്റേഴ്സ് അല്ലാണ്ടിരിക്കുകയാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ 2 കളി ലാസ്റ്റത്തെ തോൽവിയാണ്. ആൻഡ് ലാസ്റ്റത്തെ ആ ഒരു മെയിൻ കളി ബാംഗ്ലൂരിൻ്റെ എതിരെയുള്ള കളി ഒരു വലിയൊരു തോൽവി തന്നെ നമുക്ക് പറയാൻ പറ്റും. 4-2 നമ്മൾ സെക്കൻഡ് ഹാഫിൽ ആ ഒരു മുന്നേറി വരുന്ന ആ ഒരു ബ്ലാസ്റ്റേഴ്സിനെ കണ്ടു വെച്ചാലും പിന്നെ പതിയെ ബാക്കിലേക്കായി പോയി. പിന്നെ ബാംഗ്ലൂർ വീണ്ടും 2 അടിച്ച് 4-2 എന്നൊരു സ്കോർ ലൈനിൽ തോൽക്കേണ്ട അവസ്ഥയാണ് വന്നത്. ബാംഗ്ലൂരുടെ ഇതിലുള്ള മാച്ചിന് ശേഷം വരുന്ന ഒരു കളിയാണിത്. ഈ ഒരു കളിയിൽ വിമോഹനൻ്റെ കാര്യം സംശയമാണ്. കഴിഞ്ഞ കളിയിൽ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരുടെ ഇതിലുള്ള കളിയിൽ. ആൻഡ് ഒരു സിവിയർ ഇഞ്ചറിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം 10 ദിവസം കൂടി എടുക്കും വിമോഹൻ തിരികെ കളത്തിലേക്ക് വരാൻ. അതൊരു സിവിയർ ആണ്, ബട്ട് കുറേ സമയം എടുക്കില്ല എന്നാണ് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ബാംഗ്ലൂരുടെ ഇതിലുള്ള കളിയിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ 2 പ്ലേയേഴ്സ് നമ്മുടെ ലൂണിയും ഫ്രെഡിയാണ് നമ്മുടെ ടീമിൽ കേട്ടോ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഫ്രെഡിനെ ഒന്നും കൂടിയും, അതായത് മോഹൻ ബഗാൻ്റെ കളിയിലും ഇറക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് മിലോസിനേക്കാളും ബെറ്റർ ആണ് കൊയ്ഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മിലോസിന് ആ ഒരു ഓട്ടം ഇല്ലാത്തതിൻ്റെ ചെറിയൊരു വിഷയമുണ്ട്. പോരാത്തതിന് മോഹൻ ബഗാനാണെന്ന് വെച്ചാൽ നല്ല രീതിക്ക് തന്നെ സ്പീഡ് അറ്റാക്സ് വരുന്ന ടീമും കൂടിയാണ്. മോഹൻ ബഗാൻ്റെ കാര്യം നോക്കുകയാണെന്ന് വെച്ചാൽ മോഹൻ ബഗാൻ ലാസ്റ്റത്തെ 2 കളിയും ജയിച്ചിട്ട് തന്നെയാണ് വരുന്നത്. മോഹൻ ബഗാൻ ലാസ്റ്റ് കളി നോർത്ത് ഈസ്റ്റിൻ്റെ എതിരെ 2-0 ജയിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ലീഡിങ് ടീമാണ്, ടോപ്പ് ടേബിൾ ടീമാണ്. അപ്പോൾ അവർക്ക് അതിനുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളും എന്തായാലും ഉണ്ടാവും. നമുക്കെന്തായാലും 14-ാം തീയതിത്തെ മാച്ച് നമുക്ക് കണ്ടതിന് അറിയാം വാട്ട് ഈസ് ഗോണ ഡു ബ്ലാസ്റ്റേഴ്സ്. പിന്നെ അതിന് ശേഷം വരുന്ന ഒരു മാച്ചാണ് മുഹമ്മദൻസിൻ്റെ ഒപ്പം. അത് നമ്മുടെ ഹോമിൽ നടക്കുന്ന അതായത് കലൂരിൽ നടക്കുന്ന ഒരു മാച്ചാണ്. മഞ്ഞപ്പാടിയും പിന്നെ ബ്ലാസ്റ്റേഴ്സ് ആർമിയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ സ്റ്റേഡിയത്തിൽ വരുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ഓരോ സീറ്റുകളുടെയും വില നല്ല രീതിക്ക് തന്നെ കുറച്ചുണ്ട്. 199 രൂപയാണ് ഇപ്പം നിലവിൽ ഈസ്റ്റ് ഗാലറി ആയാലും എവിടെയായാലും കാണിക്കുന്നത്. ഇടിഞ്ഞു എന്ന കാരണത്തെ നമുക്ക് പറയാം വില നിരക്ക്. ബ്ലാസ്റ്റേഴ്സ് അവരുടേതായ സ്ട്രാറ്റജി നമ്മളെ ആകർഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. മാക്സിമം നമ്മൾ നമ്മുടേതായ ഒരു ഇത് കാണിക്കുക. കാരണം നമുക്ക് വി നീഡ് എ ബെറ്റർ ടീം. അതിനു വേണ്ടി നമ്മൾ മാനേജ്മെൻറ്റിനെ ഫോഴ്സ് ചെയ്തേ പറ്റൂ. നമുക്ക് കപ്പില്ല എന്നുള്ളൊരു സംഭവം മാറ്റി തീർക്കണം. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴേക്കും കമൻറ്റ് ബിലോ. അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം കമ്മ്യൂണിറ്റി ലാബ് കളിയും ഷെയർ ചെയ്യുന്നുണ്ടാവും. സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഓൺ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.